UDF അധികാരത്തിലെത്തി 2001 ഏറ്റവും അവസാനമായി കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി ലഭിക്കുന്നത്. അതിനുശേഷം 2.5 പതിറ്റാണ്ടിലധികം കാസർഗോഡ് ജില്ലയ്ക്ക് സ്വന്തമായൊരു മന്ത്രി ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇത്തവണ വലിയ പ്രതീക്ഷയാണ്. കാരണം സർക്കാർ ആരോഗ്യ മേഖലയിലും ടൂറിസം മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടെ വലിയ അവഗണന നേരിടുന്ന ജില്ലയാണ്. സ്വന്തമായ ഒരു മന്ത്രി വേണമെന്ന ആവശ്യം നിരന്തരം ഉയരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും കാസർഗോഡ് ജില്ലയ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ വലിയ തോതിൽ ഉയരുന്നത്. നമ്മോടൊപ്പം മഞ്ചേശ്വരം MLA, അതായത് BJPയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച മഞ്ചേശ്വരം MLA AK അഷ്റഫ് തന്നെ ചേരുന്നു. ഏറ്റവും ഉയർന്ന വലിയൊരു ചോദ്യമാണ്. കാരണം മെഡിക്കൽ കോളേജ് ഇതുവരെ ഉമ്മൻചാണ്ടിയുടെ ഒരു സ്വപ്നമായിരുന്നു, ഇതുവരെ പൂർത്തിയായിട്ടില്ല. വിദ്യാഭ്യാസം നമ്മളിപ്പോഴും മംഗളൂരുവിനെ തന്നെ ആശ്രയിക്കുന്നത്. നമുക്ക് കാസർഗോഡ് ജില്ലയ്ക്ക് മന്ത്രിസഭയിൽ പറയാൻ വേണ്ടി ഒരു മന്ത്രിയെ നമുക്കുണ്ടാകുമോ? കഴിഞ്ഞ 10 വർഷം മെഡിക്കൽ കോളേജ് ഇടഞ്ഞു നീങ്ങിയ കാലയളവ്, അതിർത്തി കോവിഡ് കാലത്ത് അടച്ചപ്പോൾ 22 പേര് മരിച്ചുപോയ ഓർമ്മകൾ, എൻഡോസൾഫാൻ്റെ ചർച്ച നമുക്ക് വേണ്ട, ഒരു സെല്ല് യോഗം പോലും വിളിക്കാൻ കഴിയാത്ത 3 വർഷത്തിൻ്റെ വേദനാജനകമായ കാലയളവൊക്കെ കടന്നുപോയ കാസർഗോഡിനോട് ഇത്രമാത്രം അന്യായം കാണിച്ചൊരു ഗവൺമെൻറ് കാലയളവാണ് കടന്നുപോയത്. ഇപ്രാവശ്യം മഞ്ചേശ്വരം കാസർഗോഡ് സീറ്റ് മാത്രമല്ല, ഉദുമയും ജയിച്ചു, തൃക്കരിപ്പൂരും ജയിച്ചു. ജില്ല പിറവിക്ക് ശേഷം 4 സീറ്റ് UDF ജയിച്ചൊരു കാലയളവ്. എന്തായാലും അതിൻ്റെ ഗുണം കാസർഗോഡ് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ കോളേജ് എത്രയും വേഗതയിൽ പൂർത്തീകരിക്കാനുള്ള ശ്രമം. ഞങ്ങൾ MLA ഇരുന്ന് ഞങ്ങളുടെ ഗവൺമെൻറ് കാലയളവിൽ പ്രത്യേക ശ്രദ്ധ കാസർഗോഡ് നൽകിക്കൊണ്ട് കാസർഗോഡിനെ ഉയർത്തും, വികസന രംഗത്ത് ഏറ്റവും മികച്ച ജില്ലയായി പരിവർത്തിപ്പിക്കുന്ന ഒരു കാലയളവാണ് ഈ 5 വർഷം കൊണ്ട് വരാൻ പോകുന്നത്. ചോദിക്കാൻ കാരണം BJP ആണ് ഏറ്റവും വലിയ ഒരു ശത്രു UDFൻ്റെ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെയും. വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ജയിക്കാനായി. കാരണം ഒരു ഘട്ടത്തിൽ BJP ജയിക്കുമെന്നൊക്കെ അവകാശപ്പെട്ട മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രാതിനിധ്യം ഈ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ AK അഷ്റഫിന് ലഭിക്കുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ഉചിതമായ തീരുമാനം പാണക്കാട് സി സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാൽ സാഹിബും എടുക്കാറുണ്ട്. ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF ഭരിക്കുന്ന കാലയളവിലാണ് CT അഹമ്മദ് അലി സാഹിബ്, ചെറുക്കബ്ദ സാഹിബ് മന്ത്രിമാരായിട്ടുള്ളത്. ഞങ്ങളുടെ ഇപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇന്നോ നാളെയോ അത് നിശ്ചയിക്കും. തീർച്ചയായും കാസർഗോഡിന് ഈ ഗവൺമെൻറ് കാലയളവിൽ ഏറ്റവും മികച്ച പരിഗണന ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്തായാലും AK അഷ്റഫ് പറയുന്നത് അത് തന്നെയാണ്. കാസർഗോഡ് ജില്ലയ്ക്ക് അത്തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഔദ്യോഗികമായ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. വലിയ തോതിലുള്ള ആവശ്യം ഇത്തരത്തിൽ ഉയരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ വലിയ പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിലുണ്ട്. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ മന്ത്രിസഭയിൽ തന്നെ ഒരാൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. KB ബൈജു, News 18, കാസർഗോഡ്.